നിർബന്ധപൂർവം ഒരാളെ കലിമ ചൊല്ലിപ്പിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ കാര്യമാണ്. അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഒരാൾ മുസ്ലിം ആവേണ്ടത് പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കി സ്വന്തം താല്പര്യത്തോടു കൂടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ നോക്കൂ, ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 99-ാമത്തെ വചനത്തിൽ കാണാം, വലൗ ശാ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ. പ്രവാചകരെ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഭൂമിയിലുള്ളവരെല്ലാവരും വിശ്വാസികളാകുമായിരുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരേ വിശ്വാസമുള്ളവരാക്കി സൃഷ്ടിക്കുവാൻ അള്ളാഹുവിന് കഴിയും. ഏതുപോലെ? മാലാഖമാരെ പോലെ. മാലാഖമാർക്ക് വ്യത്യസ്ത മതങ്ങളില്ല, ഒറ്റ മതമേ ഉള്ളൂ. എന്നതുപോലെ മനുഷ്യനെയും സൃഷ്ടിക്കാൻ അള്ളാഹുവിന് കഴിയും. മറിച്ച് അള്ളാഹു മനുഷ്യരിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അവർ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഇഷ്ടമുള്ളവർ സ്വീകരിക്കട്ടെ, ഇഷ്ടമുള്ളവർ നിരാകരിക്കട്ടെ. വിശ്വാസ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. പക്ഷേ അതേ സമയത്ത് വിശ്വാസികൾക്ക് സ്വർഗവും അല്ലാത്തവർക്ക് നരകവും. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന തത്വം. എന്നാൽ മനുഷ്യനെ നിർബന്ധിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളത് മറ്റൊരു മനുഷ്യൻ്റെ മേൽ അള്ളാഹു വിധിച്ചിട്ടില്ല. പ്രവാചകന്മാരോട് പോലും പറയുന്നത് എന്താണ്? അതാണ് പ്രവാചകനോട് ചോദിക്കുന്നത്, എന്നിരിക്കെ അഫ അൻത തുക്രിഹുന്നാസ ഹത്താ യകൂനു മുഅ്മിനീൻ. എന്നിരിക്കെ മറ്റുള്ളവർ വിശ്വസിക്കാൻ വേണ്ടി താങ്കൾ എന്തിനാണ് അവരെ നിർബന്ധിക്കുന്നത്? അങ്ങനെ നിർബന്ധിക്കേണ്ടതില്ല എന്നർത്ഥം. അപ്പോൾ വാക്കുകൾ കൊണ്ടുപോലും നിർബന്ധിക്കേണ്ടതില്ല, മറിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. എല്ലാവരും വിശ്വസിക്കണമെന്നില്ല, ദൈവം അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമില്ല. മനുഷ്യനെ സൃഷ്ടിച്ചത് ആ നിലക്കാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. വാക്കുകൾ കൊണ്ടുപോലും നിർബന്ധിക്കാൻ പാടില്ല എന്നിരിക്കെ ആയുധമെടുത്തുകൊണ്ട് ഒരാളെ മുസ്ലിമാക്കുക എന്നുള്ളത് ഒരിക്കലും ഇസ്ലാമുമായി യോജിക്കാത്ത കാര്യമാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ നാടുകളിൽ ഇതേപോലെയുള്ള വല്ല സംഭവങ്ങളും ഉണ്ടായാൽ അതിന് മതവുമായി ബന്ധമില്ല, പൊതു മുസ്ലിമീങ്ങളുമായി അതിന് ബന്ധമില്ല, ഇസ്ലാമുമായോ ഖുർആനുമായോ പ്രവാചകനുമായോ അതിന് ബന്ധമില്ല.